അധികാര തർക്കത്തിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വാതിൽ തുറക്കാനൊരുങ്ങി സർക്കാർ. ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഗവർണറുമായി ആശയവിനിമയം നടത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് രാജ്ഭവൻ വൈകിപ്പിക്കുന്നതും സമവായ നീക്കങ്ങളുടെ ഭാഗമാണ്. ഇതോടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വഴി തുറക്കുകയാണ് സർക്കാർ. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലയിലേക്കുള്ള VC നിയമന പാനൽ രാജ്ഭവനിലെത്തിയിട്ട് 2 ദിവസമായി. ഗവർണർ ഡൽഹിയിലായതിനാൽ ഇതുവരെ ഫയൽ തുറന്നിട്ടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള നിയമ നടപടികളും അനിശ്ചിതത്വത്തിലാണ്. അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഗവർണർക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുള്ളതായാണ് സൂചന. ഡൽഹിയിൽ നിയമവിദഗ്ധരുമായി അർലേക്കർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സമവായത്തിന് സർക്കാർ തയ്യാറായാൽ ഗവർണറും സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് സാധ്യത. അതേസമയം സർവകലാശാല ആസ്ഥാനത്തേക്ക് കേരള VC മോഹൻ കുന്നുമൽ ഇന്നും എത്തിയില്ല. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ അനിൽകുമാർ എത്തുകയും ചെയ്തു. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വെള്ളയമ്പലത്ത് ABVP പ്രതിഷേധിച്ചു. മന്ത്രിയുടെ വേദിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതിനിടെ കേരള സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ യോഗം 14 ചേരാൻ VC ഉത്തരവിട്ടു. എല്ലാ അംഗങ്ങൾക്കും രജിസ്ട്രാർമാരുടെ ചുമതല നിർവഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ നോട്ടീസ് അയച്ചു. സസ്പെൻഷനിലായ അനിൽകുമാർ രജിസ്ട്രാറുടെ ചേംബറിൽ ഒഴിയാത്തതുകൊണ്ട് ഡോക്ടർ മിനിയുടെ റൂമിലിരുന്നാണ് രജിസ്ട്രാറുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.